Hello friends, welcome back to our channel. I am ilhan. അപ്പോൾ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇപ്പോൾ നല്ല മഴയൊക്കെയാണ്. ഈ സെപ്റ്റംബർ മാസത്തിലും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാട്ടോ. ഇപ്പോൾ കേരളത്തിൽ പൊതുവേ നമ്മൾ പണ്ടത്തെ കാലാവസ്ഥയല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥ ഉണ്ടാവേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ ഇപ്പം നല്ല മഴയാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വീട്ടിനുള്ളിലിരുന്നിട്ട് എത്ര നേരം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ നമുക്ക് പറ്റുക അല്ലേ? അപ്പോൾ ഗാർഡനിങ്ങും പരിപാടികളും ഒക്കെ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മഴയത്ത് ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ ടെറസ് ഗാർഡനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മുടെ ടെറസ് ഗാർഡൻ കണ്ടിട്ടുള്ളവർക്ക് കാണിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഇവിടെ നമ്മൾ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ അതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റി. കാരണം ഇതുണ്ടോ, ഇപ്പം ഇവിടെ നമ്മുടെ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ താഴെ അഗ്ലോണിമ അതുപോലെ തന്നെ കലാത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവർക്ക് ഈ ഹാങ്ങിങ് പ്ലാന്റ്സിന് ഞാൻ ഒന്നരാടം വെള്ളം ഒഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം സ്ഥിരം ഇവരുടെ അടുത്തേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്നും വെള്ളം ആവശ്യമില്ലാത്ത ചെടികളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെടി ചീഞ്ഞ് പോകണ്ട, ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ എല്ലാം കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ അവിടെ കിടന്ന ചെടികളെല്ലാം കൂടെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടു. അപ്പം നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സ് ഒക്കെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പം എല്ലാവരും ഇവിടെയാണ് ഉള്ളത്. അപ്പം ഇവിടെയും കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ആ പ്ലാന്റ്സിനൊക്കെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയിട്ടു. ഞാൻ കാണിച്ചു തരാം. ഇത് എവിടെയാണിത്? ഓക്കെ, ഇത് കണ്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ക്രീപ്പിംഗ് ചാർലി, അങ്ങനത്തെ ടാങ്കിൾഡ് ഹാർട്ട്, അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു. അവരെ നമ്മൾ ഈ സൈഡിലേക്ക് എടുത്തിട്ടു. ഇവിടെ നേരത്തെ മണി പ്ലാന്റിന്റെ വെറൈറ്റീസ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഇൻഡോറിലേക്ക് കൊണ്ടുവച്ചു. ഇപ്പൊ കുറെ നാൾ മുമ്പ് നമ്മളൊരു വാട്ടർ ഗാർഡൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ടെറാക്കോട്ടയുടെ ചട്ടിയിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയ വാട്ടർ ഗാർഡൻ. അപ്പോൾ അതും നമ്മൾ ഇവിടെ ടെറസിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആ വാട്ടർ ഗാർഡൻ. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ ഡക്ക് വീടും പിന്നെ വേറൊരു വാട്ടർ പ്ലാന്റും കൂടി ഇട്ടിരുന്നത്. അപ്പോൾ ആ വാട്ടർ പ്ലാന്റ് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. ഇത് പെന്നിവേട്ടാണ്. ഈ പെന്നിവേട്ട് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടതാണ്. ഇപ്പൊ പെന്നിവേട്ടും ഡക്ക് വീടും മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റിനെ ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും വേറൊരു ചട്ടിയിൽ നട്ടിട്ട് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചതായിരുന്നു. കണ്ടോ ഇത്. അപ്പോ ഇതിനെ എടുക്കാനും പറ്റുന്നില്ല. ഇത് എൻ്റെ അകത്താകെ ഇങ്ങനെ ഇതായിപ്പോയി. ഇവന് നമുക്കൊരു മോചനം കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതിനെ ഒന്ന് മാറ്റി നടന്ന്. പക്ഷെ ഒരു ചട്ടി ഒന്നും എനിക്ക് കിട്ടിയില്ല. ചട്ടി മേടിക്കുമ്പോൾ അതിനെ മാറ്റി നടാന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണിതേ ഇത് കണ്ടോ. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ഇത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ പാനായിരുന്നു. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ചീത്തയായപ്പോൾ ഇത് വലിച്ചെറിഞ്ഞ് കളഞ്ഞതായിരുന്നു. അപ്പൊ ഇതിങ്ങനെ മുറ്റത്ത് കുറെ നാളായിട്ട് മഴയൊക്കെ കൊണ്ട് കിടക്കുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇതിനകത്തേക്ക് ഈ ചെടീനെ മാറ്റി നട്ടാലോ എന്ന് വിചാരിച്ചു. ആ ഒരു ചെടിക്ക് ഈ ഒരു ചട്ടി മാത്രം മതിയല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു വാട്ടർ ഗാർഡൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വേസ്റ്റ് ആക്കി കളയുന്ന വലിയ ചീനച്ചട്ടിയിലൊക്കെ നമുക്ക് എങ്ങനെ ഒരു വാട്ടർ ഗാർഡൻ ഉണ്ടാക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇവനെ ഒന്ന് പെയിന്റ് അടിച്ച് അടിപൊളിയാക്കി എടുക്കണം. അപ്പൊ നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ബ്രൗൺ കളർ പെയിന്റ് ആണ് ഇതിന് കൊടുക്കുന്നത്. ഞാൻ ഇതിന്റെ പുറത്ത് മാത്രമേ പെയിന്റ് അടിക്കുള്ളൂ, അകത്ത് പെയിന്റ് അടിക്കുന്നില്ല. ഇത് നാമൽ പെയിന്റ് ആണ് കേട്ടോ. ചട്ടി കുറച്ച് വലിയ ചട്ടിയാട്ടോ. അപ്പൊ ഇത് നമുക്ക് ആ പാനിന്റെ അകത്തേക്ക് വെക്കുമ്പം വെള്ളം വെക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് വലുതായിട്ട് നിൽക്കും. അപ്പൊ ഞാൻ വേറൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് കട്ട് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് ഈ ചെടി ഇതിന്റെ അകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിങ്ങനെ താഴെ ഇറങ്ങിയിരിക്കും. അപ്പോഴത് കാണാൻ ഭംഗിയുള്ളത്. കണ്ടോ, ഒരു കുഞ്ഞു ചെടിയായത്. ഇത് ഇതുവരെ വളർന്നിട്ടില്ല, കാരണം ഇതിനെ വളരാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇവനെ ഈ ഒരു ചട്ടിയുടെ അകത്തേക്ക് മാറ്റി വെക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും പരീക്ഷിക്കാം. ഫുള്ളിനകത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും അറിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ചെടി ഇതിനകത്തേക്ക് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ എല്ലാവരും റീപോർട്ട് ചെയ്യുന്നത് ചെറിയ ചട്ടിയിൽ നിന്നും വലിയ ചട്ടിയിലേക്കാണ് റീപോർട്ട് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ അത് ഒരു സൗകര്യാർത്ഥം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം.
അപ്പൊ നമ്മുടെ വാട്ടർ ഗാർഡൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പാത്രം നമ്മൾ വെറുതെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞപ്പോ വെറുതെ ഇത്രയും നാളിങ്ങനെ മുറ്റത്ത് എടുക്കല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനത്തെ വേസ്റ്റാക്കി നമ്മൾ കളയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാനായിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐഡിയകളൊക്കെ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.